Welcome to BSc Main Physics, class number 40, semester 6, BSc Main, and this is paper 2, Nuclear and Particle Physics, Unit 6 continuation, and today we see Unit 6 is Nuclear Fission and Fusion. Today we see Bohr and Wheeler theory of nuclear fission. Bohr and Wheeler theory of nuclear fission, that is the topic of a discussion, class number 40. So this is a diagram showing Bohr and Wheeler theory. You remember, this is not a lengthy theory, it is only an explanation with a diagram. Using a diagram, we explain some features of nuclear fission, and that is called Bohr and Wheeler theory of nuclear fission. ഈ ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നമ്മളൊരു ചിത്രം വെച്ച് പറയുന്നതാണ് ഈ ബോർ ആൻഡ് വീലർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യമായിട്ട് ഇക്വേഷൻ ഒന്നും പഠിക്കാനില്ല ഇവിടെ. ഇക്വേഷൻ തിയറി പാർട്ടായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, ഓൺലി എക്സ്പ്ലനേഷൻ. ഈ ചിത്രം വെച്ചുള്ള എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രോൺ വരുന്നതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. യെസ്, ന്യൂട്രോൺ ഈസ് കമ്മിങ്. നമ്പർ 1 ഈസ് യുറേനിയം 235, നമ്പർ 2 യുറേനിയം 235 atom in a new shape, again in a new shape, then it splits and two fission fragments are produced along with the neutrons. That is depicted in the figure. അതായത് ഈ ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കുമ്പോൾ ന്യൂക്ലിയസിന് എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളത് പിക്ടോറിയലായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഒരു ന്യൂട്രോൺ വരുന്നു, അത് ഒരു യുറേനിയം ന്യൂക്ലിയസ് 235 ആണ് ഫിഷണബിൾ ന്യൂക്ലിയസ്, അതുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ഉടനെ ഈ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് മാറുന്നു, പിന്നെ ഷേപ്പ് മാറുന്നു, അവസാനം ഡംബൽ ഷേപ്പിലേക്ക് മാറും. ഡംബൽ ഷേപ്പ് about to split into two. ഇപ്പോൾ രണ്ട് ഫിഷൻ ഫ്രാഗ്മെൻ്റായിട്ട് ബേറിയം ആൻഡ് ക്രിപ്റ്റോനായിട്ട് മാറുന്ന പടം കാണിച്ചിരിക്കുകയാണ്. അത് ഒരു ചിത്രമായിട്ട് കാണിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ബോർ ആൻഡ് വീലർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിൽ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്, 1, 2, 3 പോലെയുള്ള നമ്പർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. certain numbers are marked in the figure. What is the meaning of these numbers? Number one, you see the figure once again, spherical compound nucleus. Number 2, ellipsoidal nucleus or spheroidal nucleus we can say. Number 3, dumbbell shape, the nucleus in dumbbell shape. Number 4, critical size, just split ചെയ്യാൻ പോകുന്ന പടം, critical size. And number 5, nuclear separation. ഈ 5 സ്റ്റേജുകൾ ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. The 5 stages of fission of atomic nucleus is shown in the figure. According to Bohr and Wheeler theory, a nucleus behaves like a liquid drop. It has spherical shape due to surface tension. അപ്പോൾ ന്യൂക്ലിയസിന് അതിൻ്റെ പുറത്ത് ഒരു സർഫസ് ടെൻഷൻ ഉണ്ട്, അതുമൂലം ഒരു ലിക്വിഡ് ഡ്രോപ്പ് പോലെയാണ് ഈ ന്യൂക്ലിയസ് ഇരിക്കുന്നത്. അതിൻ്റെ ബിഹേവിയർ ഒരു ലിക്വിഡ് ഡ്രോപ്പ് പോലെയാണ്. And this liquid drop is attributed to short range nuclear force. ഇവിടെ സർഫസ് ടെൻഷണൽ ഫോഴ്സായിട്ട് വരുന്നത് ന്യൂക്ലിയർ ഫോഴ്സസ് ആണ്, which is attributed to short range nuclear forces of attraction among nucleons. ന്യൂക്ലിയോൺസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റിനുമുള്ള സർഫസ് ടെൻഷണൽ ഫോഴ്സായിട്ട് വരുന്നത്. അതുകൊണ്ട് സ്ഫെറിക്കൽ ഷേപ്പ് ന്യൂക്ലിയസ് അസ്യൂം ചെയ്യുന്നത്. When the nucleus absorbs a neutron, the energy of the neutron acts as the excitation energy for the nucleus. അപ്പോൾ ന്യൂട്രോൺ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ ഈ ന്യൂട്രോൺ എനർജി ഈ ന്യൂക്ലിയസിൻ്റെ എക്സൈറ്റേഷൻ എനർജി ആയിട്ട് മാറും. So oscillations are then set up in the carbon nucleus, and if the energy is high, the shape of the nucleus becomes as that of the dumbbell. അപ്പോൾ ഇങ്ങനെ ഈ ന്യൂട്രോൺ എനർജി ഈ ന്യൂക്ലിയസിന് കൈമാറുമ്പോൾ ഓസിലേഷൻ ഉണ്ടാകുകയും ഇത് ഡംബലിൻ്റെ ഷേപ്പിലേക്ക് മാറുകയും ചെയ്യാം. ഇപ്പോൾ 2 സ്പിയർ കണക്ട് ചെയ്ത പോലെ ഒരു ഷേപ്പിലേക്ക് മാറാം. The Coulomb repulsive force splits the dumbbell into 2 separate parts and each having a spherical shape. അപ്പോൾ ഇവിടെ ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് 2 ഡംബൽ ഷേപ്പ് ആകുമ്പോൾ ഇവിടെ ഇവ തമ്മിൽ ഈ ഫ്രാഗ്മെൻറ്റ് തമ്മിൽ ഒരു കൂളം റിപ്പൾസീവ് ഫോഴ്സ് വരും.
ആ കൂളം റിപ്പൾസീവ് ഫോഴ്സ് കൊണ്ട് ഇത് സെപ്പറേറ്റ് ആകും. ദെൻ ഫിഷൻ ടെക്സ് പ്ലേസ്, ഫിഷൻ ഉണ്ടാകും വിത്ത് ദ റിലീസ് ഓഫ് 3 ന്യൂട്രോൺസ് ആൻഡ് എനർജി. അപ്പോൾ 1 ന്യൂട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 2 ന്യൂട്രോൺസ് ഉൾപ്പെടെ 3 ന്യൂട്രോൺസ് കിട്ടും. ഇഫ് ദ എക്സൈറ്റേഷൻ എനർജി അക്യൂർഡ് ഈസ് നോട്ട് ഹൈ, എക്സൈറ്റേഷൻ എനർജി കൂടുതലല്ല എങ്കിൽ, ഇഫ് ദ എക്സൈറ്റേഷൻ എനർജി ഈസ് അക്യൂർഡ് ഈസ് നോട്ട് ഹൈ, ദ എനർജി ഈസ് ഗിവൺ ഔട്ട് ആസ് ഗാമ റേസ് ആൻഡ് നോ ഫിഷൻ ടെക്സ് പ്ലേസ്. ഇപ്പോൾ സഫീഷ്യൻ്റ് എക്സൈറ്റേഷൻ എനർജി ന്യൂട്രോണിന് കൊടുക്കാനാവുന്നില്ലെങ്കിൽ ഇവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാകത്തില്ല, ഫിഷൻ ഉണ്ടാകത്തില്ല, മറിച്ച് ഒരു ഗാമ എമിഷൻ സംഭവിക്കും. അത്രയുള്ള ഈ ബോർ ആൻഡ് വീലർ തിയറി. അല്ലാതെ കാര്യമായ ഡീറ്റെയിൽസ് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ? ഗിവ് ദി ബോർ ആൻഡ് വീലർ തിയറി ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ബേസ്ഡ് ഓൺ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ. അപ്പോൾ ഇതൊരു പ്രീവിയസ് എസ്സേ ആണ്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്താണ് ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ വിശദമായിട്ട് പറയണം, അതിൻ്റെ ചെയിൻ റിയാക്ഷനൊക്കെ പറയണം, ഡയഗ്രാം വരക്കണം. 2 തരത്തിലുള്ള റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് 2 എഴുതണം. ജനറൽ സ്കീം എഴുതണം, അതെല്ലാം എഴുതിയിട്ട് പിന്നെ ബോർ ആൻഡ് വീലർ തിയറി എഴുതുക. അതാണ് എസ്സേ പൂർണ്ണമാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ ബോർ ആൻഡ് വീലർ തിയറി മാത്രം പോരാ, ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരമായിട്ട് മാറുകയുള്ളൂ. ഇനി 1-2 പ്രോബ്ലമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്, എപ്പോഴും ഇതൊരെണ്ണം ചോദിക്കാറുണ്ട്. എ റിയാക്ടർ ഈസ് ഡെവലപ്പിംഗ് എനർജി അറ്റ് ദ റേറ്റ് ഓഫ് 32 × 10⁻⁶ വാട്ട് W. ഹൗ മെനി ആറ്റംസ് ആർ U-235 undergo fission per second. Assume that on the average an energy of 200 MeV is released per fission. So you understand the question. A reactor is developing energy at the rate of 32 × 10⁻⁶ watt. 1 സെക്കൻഡ് റേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 1 സെക്കൻഡിൽ 32 × 10⁻⁶ വാട്ടിൽ ഒരു റിയാക്ടർ എനർജി ഉണ്ടാക്കുകയാണ്. എത്ര യുറേനിയം 235 ആറ്റം ഫിഷന് വിധേയമാകും എന്ന് കണ്ടുപിടിക്കണം. Assume that on the average an energy of 200 MeV is released per fission. ശരാശരി ഒരു ഫിഷനിൽ, ഒരു ആറ്റത്തിൻ്റെ, ഒരു ന്യൂക്ലിയസിൻ്റെ ഫിഷനിൽ 200 MeV 200 MeV എനർജി ഉണ്ടാകും എന്ന് വിചാരിക്കുക. സോ ഹിയർ ഗിവൺ എനർജി റിലീസ്ഡ് E = 32 × 10⁻⁶ വാട്ട്. നമ്മൾ കണക്ക് അതിൻ്റെ ഉത്തരം ആരംഭിക്കുകയാണ്. E = 32 × 10⁻⁶ വാട്ട് = 32 × 10⁻⁶ joule per second. Rate is mentioned, therefore time t is 1 second. Therefore energy per fission of one atom. Therefore the step given, energy per fission of one atom 200 MeV, that we convert into joule, that is 200 × 1.6 × 10⁻⁻13 joule. 10⁻⁻13 joule. For the fission of n atoms, അതുകൊണ്ട് n ആറ്റത്തിൻ്റെ ഫിഷൻ ആണെങ്കിൽ, for the fission of n atoms energy released is n × 200 × 1.6 × 10⁻⁻13. MeV ആണ് -13 മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് 1.6 ഇൻറ്റു. അപ്പോൾ തന്നിരിക്കുന്ന എനർജിയും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. Therefore 32 × 10⁻⁶ is equal to n × 200 × 1.6 × 10⁻⁻13. That we simplify using a calculator, we get n is 32 × 10⁻⁶ by 200 × 1.6 × 10⁻⁻13. On calculation we get 10⁻18 atoms. അപ്പോൾ ഇവിടെ ഇത്ര എനർജി ഉണ്ടാകാനായിട്ട് 10⁻18 ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഇതോടെ ഈ പറഞ്ഞ കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. എ റിയാക്ടർ ഈസ് ഡെവലപ്പിംഗ് എനർജി അറ്റ് ദ റേറ്റ് ഓഫ് 5 kW. 1 സെക്കൻഡിൽ 5 kW ഇവിടെ തരുന്നത്. മുമ്പ് 32 × 10⁻⁶ ആയിരുന്നു മുമ്പത്തെ പ്രോബ്ലത്തിൽ. ഇവിടെ എ റിയാക്ടർ ഈസ് ഡെവലപ്പിംഗ് എനർജി അറ്റ് ദ റേറ്റ് ഓഫ് 5 kW. How many atoms of uranium 235 undergoes fission per second? Fission per second. How many kgs of uranium U-235 is used in 15 hours of operation?
Assume that on an average 200 MeV energy is released per fission. ഇപ്പോൾ ഒരു 15 മണിക്കൂർ സമയം കൂടി തരുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിലെ മുമ്പത്തെ പോലെ ഒരു സെക്കൻഡിലെ ആറ്റമുകളുടെ എണ്ണം കണ്ടുപിടിച്ചിട്ട് 15 മണിക്കൂർ കൊണ്ട് എത്ര ആറ്റം എത്ര ന്യൂക്ലിയസ് ഫിഷന് വിധേയമാകും എന്ന് കാണണം. So E is 5 kilowatt, that is 5000 watt, 5000 joule per second. And let n be the number of atoms undergoing fission, that is E is n into 200 MeV. That is n into 200 into 1.6 into 10 raised to minus 13 joule. MeV is 1.6 into 10 raised to minus 13 joule, where n is the number of atoms undergoing fission per second. So we can write n into 200 into 1.6 into 10 raised to minus 13 is equal to 5000. And we find n. We find 5000 by 200 into 1.6 into 10 raised to minus 13. That is 15.625 into 10 raised to 13 atoms. And this is the number of atoms consumed in 1 second. Therefore, number of atoms in 15 hours. Number of atoms in 15 hours. Capital N. N into 15 hours we convert into second by multiplying 60 into 60. Therefore, capital N is small n into 15 into 60 into 60. That is 15 point. Put the value small n. 15.625 into 10 raised to 13 into 15 into 60 into 60. That's the number of atoms for 15 hours. And we have to find the mass also. Mass of one U-235 atom. ഒരു U-235 atomത്തിന്റെ mass. That you know 235 AMU, Unified Mass Unit. Unified Atomic Mass Unit. That is 235 into 1.66 into 10 raised to minus 27 kilogram. 1 AMU, 1 unified mass unit is 1.66 into 10 raised to minus 27 kilogram. Mass, therefore, mass of n atoms. N atoms mass. N into 235 into 1.66 into 10 raised to minus 27. That is 15.625 into 10 raised to 17. Raised to, what is the value? That is, we have written there. That value, 15.13. So 15.65 into 10 raised to 13 into 15 to 16 to 60. That is number of atoms capital N. Capital N into mass of one atom, 235 into 1.66 into 10 raised to minus 27. That is 3.291 into 10 raised to minus 6 kilogram. Therefore, mass of uranium used 3.291 into 10 raised to minus 6 kilogram. Answer. One more question. The energy supplied to Calcutta by State Electricity Board during an average November day was 40 million kilowatt hour. If this energy could be obtained by the conversion of matter, that is uranium, how much mass would have to be annihilated? That's a question. The energy consumed energy supplied to Calcutta by State Electricity Board during an average November day, November 30 days. November day was 40 million kilowatt hour. If this energy could be obtained by the conversion of matter, how much mass would have to be annihilated? അതായത് കൽക്കട്ടയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഈ അറ്റോമിക് വിഷൻ മൂലമാണെങ്കിൽ
ഈ 40 മില്യൺ കിലോ വാട്ട് അവറാണ് ഒരു ദിവസം ഈ ഫിഷൻ മൂലം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ എത്ര മാസം വേണ്ടി വരുമെന്നാണ് ചോദ്യം. അപ്പോൾ ഈ 40 മില്യൺ കിലോ വാട്ട് അവർ അതിന് ജൂളാക്കി മാറ്റണം. ദാറ്റ് ഈസ് 40 ഇൻറ്റു 10⁶ കിലോ വാട്ട് അവർ, 40 ഇൻറ്റു 10⁶ 100 ഇൻറ്റു 60 ഇൻറ്റു 60 ജൂൾ. കിലോ വാട്ട് അവറിനെ ജൂളാക്കാനായിട്ട് നമ്മൾ 1000 ഇൻറ്റു 60 ഇൻറ്റു 60 കൊണ്ട് ഗുണിക്കണം. ഇതൊരു നവംബർ ഡേയിലെ കാര്യമാണ്. ബട്ട് ഈ mc², നമുക്ക് മാറ്ററിൻ്റെ മാസ് കണ്ടുപിടിക്കണം, യുറേനിയം മാസ് കണ്ടുപിടിക്കണം. ഇത് റിലേറ്റിവിറ്റിയിൽ വരുന്ന പ്രോബ്ലമാണ്. റിലേറ്റിവിറ്റി നിങ്ങൾ നേരത്തെയുള്ള സെമസ്റ്ററിൽ പഠിച്ചതിനകത്ത് ഈ പ്രോബ്ലം ഉണ്ട്. ദാറ്റ് ഈസ് mc² ഈസ് 40 ഇൻറ്റു 10⁶ ഇൻറ്റു 1000 ഇൻറ്റു 60 ഇൻറ്റു 60. That is m is equal to 40 into 10⁶ into 1000 into 60 into 60 by c². C value is 3 into 10⁸ the square. When we put and simplify, we get 1.6 into 10⁻13 kilogram. That is in one day. The uranium consumed by the reactor in one day is 1.6 into 10⁻3 kilogram. And we have to find the total consumption in November. നവംബർ മാസത്തെ കൺസംഷൻ കണ്ടുപിടിക്കേണ്ടത്. നവംബറിൻ്റെ പ്രത്യേകത എന്താണ്? 30 days. ഇപ്പോൾ ഡിസംബർ ആണെങ്കിൽ 31 days എടുക്കണം. നോട്ട് if the consumption for entire November is asked, then if the consumption is for entire November, then m is equal to 1.6 into 10⁻13 minus 3 into 30 into 30 into 30. That is enough. The rest is cancelled. We get the one day consumption നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൺ ഡേ കൺസംഷനാണ് കിട്ടിയിരിക്കുന്നത്. വൺ ഡേ കൺസംഷൻ. അപ്പോൾ നവംബറിലെ കൺസംഷൻ ഇൻറ്റു 30 മതി. അത് കഴിഞ്ഞൊരു 6 അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 30 ദിവസം മതി. അപ്പോൾ 30 കൊണ്ട് വിളിച്ചാൽ മതി. അപ്പോൾ 30 കൊണ്ട് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.048. അത് കഴിഞ്ഞ് ഒരു 60 ഇൻറ്റു 25 ഇൻറ്റു 30 കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമില്ല. ഈ 30 കൊണ്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി. ദറ്റ് ഈസ് 0.048 കിലോഗ്രാം. ദാറ്റ് ഇസ് ആൻസർ. ഇനി നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ടോപ്പിക് ആറ്റം ബോംബ്. ആറ്റം ബോംബ് ചെറിയ ക്ലാസ്സിലൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നോട്ട് ചോദിച്ചാൽ, റൈറ്റ് എ നോട്ട് ഓൺ ആറ്റം ബോംബ്, ഓർ വാട്ട് ഈസ് ആൻ ആറ്റം ബോംബ്, വാട്ട് ഈസ് അറ്റോമിക് ബോംബ്, ഓർ വാട്ട് ഈസ് ന്യൂക്ലിയർ ബോംബ് എന്ന് ചോദിച്ചാൽ 1-2 സെൻറ്റൻസ് എഴുതാൻ നിങ്ങൾ പഠിക്കണം. സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ആറ്റം ബോംബ് എന്നാണ്. ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബൊക്കെ സിലബസിലുണ്ട്. അതുകൊണ്ട് ആറ്റം ബോംബിനെ കുറിച്ച് നമ്മൾ ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുക്കുക, 2 സെൻറ്റൻസ് കൊടുക്കുകയാണ്. ഇത് പഠിച്ചുകൊള്ളാം. 1 മാർക്കോ 2 മാർക്കോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. ദി ആറ്റം ബോംബ്. ആറ്റം ബോംബിനെ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയും. ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് ഒരു കോമൺ ടേമാണ്. ഹൈഡ്രജൻ ബോംബും ന്യൂട്രോൺ ബോംബൊക്കെ വരാം. ഇപ്പോൾ ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ ഫിഷൻ ബോംബിനെ വിളിക്കുന്ന പേരാണ്. ആൻഡ് അറ്റോമിക് ബോംബ് ഡിറൈവ്സ് ഇറ്റ്സ് പവർ ഫ്രം ദി ഫിഷനിങ് of uranium or plutonium atoms, which releases vast amounts of energy in the form of blast, heat and radiation. പൊട്ടത്തരിയുണ്ട്, ഹീറ്റ്, വളരെ കൂടുതൽ ഹീറ്റ് ഉണ്ടാകും, റേഡിയേഷൻ ഉണ്ടാകും. പ്രധാനപ്പെട്ട ഹീറ്റ്, അതിലൂടെ മറ്റു റേഡിയേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫിഷൻ മൂലം ഈ യുറേനിയത്തെ അല്ലെങ്കിൽ പ്രോട്ടോണിയത്തെ ബൊമ്പാർഡ് ചെയ്താൽ നമുക്ക് വളരെ കൂടുതൽ ഊർജ്ജമുണ്ടാകും. അതാണ് ഈ ആറ്റം ബോംബിൻ്റെ തത്വം. അറ്റോമിക് ബോംബ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടർ ഫോർ ദ മോർ എഫിഷ്യൻറ്റ് ആൻഡ് പവർഫുൾ ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ബോംബാണ്. ആ ന്യൂക്ലിയർ ഫ്യൂഷൻ ബോംബ് പൊട്ടണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണം. ഹൈ ടെമ്പറേച്ചർ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആറ്റം ബോംബ് പൊട്ടിച്ചിട്ടാണ്. അപ്പോൾ ഇത് ആറ്റം ബോംബിൻ്റെ സ്റ്റാർട്ടർ എന്ന് പറയും. ഈ മോർ പവർഫുൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യാൻ ഹൈ ടെമ്പറേച്ചർ വേണം. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ആറ്റം ബോംബ് വെച്ചിട്ട് പൊട്ടിക്കണം. ആ ടെമ്പറേച്ചറിലാണ് ഹൈഡ്രജൻ ബോംബ് ബ്ലാസ്റ്റ് ആകുന്നത്. അപ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ആറ്റം ബോംബിനെ വിളിക്കാവുന്നതാണ്. ആൻഡ് അറ്റോമിക് ബോംബ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടർ ഫോർ ദി മോർ എഫിഷ്യൻറ്റ് ആൻഡ് പവർഫുൾ ഹൈഡ്രജൻ ബോംബ് വിച്ച് പ്രൊഡ്യൂസേഴ്സ് ഇറ്റ്സ് എഫക്റ്റ് ത്രൂ അറ്റോമിക് ഫ്യൂഷൻ റാദർ ദാൻ ഫിഷൻ.
അപ്പോൾ ഹൈഡ്രജൻ ബോംബിനകത്ത് ഫ്യൂഷനാണ്, അറ്റോമിക് ഫ്യൂഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണം. കാരണം ഫ്യൂഷൻ ഒരു തെർമോന്യൂക്ലിയർ റിയാക്ഷനാണ്, ഹൈ ടെമ്പറേച്ചറിൽ സംഭവിക്കുന്നതാണ്. അത് നടക്കാൻ ഹൈ ടെമ്പറേച്ചർ വേണം. അത് ആറ്റം ബോംബ് പൊട്ടിച്ച് ഉണ്ടാക്കും. അതുകൊണ്ട് ആറ്റം ബോംബിനെ ഒരു സ്റ്റാർട്ടർ എന്ന് പറയും, സ്റ്റാർട്ടർ ഫോർ എച്ച് ബോംബ്. ഇനി അതുപോലെ ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഈ റിയാക്ഷൻ പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. റിയാക്ടറിനോ ഫിഷനോ പറയാവുന്ന ഒരു ടേമാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കെ എന്ന് പറയും. അപ്പോൾ ഇതും പ്രത്യേകം സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ? ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഇസ് എ മെഷർ ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഫിഷൻ ന്യൂട്രോൺ പോപ്പുലേഷൻ ഫ്രം വൺ ന്യൂട്രോൺ ജനറേഷൻ ടു സബ്സിക്വൻറ്റ് ജനറേഷൻ. അപ്പോൾ ഒരു ന്യൂട്രോൺ കൊടുത്താൽ നമുക്ക് പുറത്തേക്ക് 3 ന്യൂട്രോൺ വരാം, അല്ലെങ്കിൽ 2 ന്യൂട്രോൺ വരാം. അപ്പോൾ എത്ര ന്യൂട്രോൺസ് വരുന്നു എന്നുള്ളതിൻ്റെ കണക്ക് നിശ്ചയിക്കുന്ന ടേമാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ഒരു യുറേനിയത്തെ നമ്മളൊരു സ്ലോ ന്യൂട്രോൺ ബോംബാർഡ് ചെയ്താൽ 3 ന്യൂട്രോൺസ് വരാം, അല്ലെങ്കിൽ 2 ന്യൂട്രോൺസ് വരാം. അപ്പോൾ എത്ര ന്യൂട്രോൺസ് വരുന്നു അതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കെ. The multiplication factor is a measure of the change in the fission neutron population from one neutron generation to subsequent generation. അപ്പോൾ 1, 2 കൂടുതലോ ന്യൂട്രോൺസ് ഒരു ന്യൂക്ലിയർ ഫിഷനിൽ സംഭവിക്കാം. അതിനെ കാണിക്കാൻ ഈ ടേം ഉപയോഗിക്കും. ഇഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഫോർ എ റിയാക്ടർ കോർ ഈസ് ലെസ് ദാൻ 1, 1 കുറവാണെങ്കിൽ ദെൻ ദി സിസ്റ്റം ഈസ് ഡിക്കേയിങ്, ഇന്ന് റിയാക്ഷൻ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓർ ഡൈയിങ് ഔട്ട്, നോട്ട് സെൽഫ് സസ്റ്റൈനിങ്. അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും 1 കൂടുതൽ വരണം. 1 കുറവാണെങ്കിൽ റിയാക്ഷൻ സ്റ്റോപ്പാകും, കൺട്രോൾഡായി പോകും. അത് തുടർന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ സൈസിൽ 1 നിൽക്കണം, K 1 നിൽക്കണം, അല്ലെങ്കിൽ K കൂടുതലാകണം റിയാക്ഷൻ തുടരാൻ. അതൊന്നൊരു പറയുന്നുണ്ട്. ഇഫ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K is 1, ഓപ്പറേഷൻ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ഈസ് സെഡ് ടു ബി ക്രിട്ടിക്കൽ. ജസ്റ്റ് 1 ആണ് ക്രിട്ടിക്കൽ, താഴെയാണെങ്കിൽ നോൺ സസ്റ്റൈനബിൾ, 1 കൂടുതലാണെങ്കിൽ സസ്റ്റൈനബിളാണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K is 1, ദി ഓപ്പറേഷൻ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ഈസ് സെഡ് ടു ബി ക്രിട്ടിക്കൽ. ഇഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഈസ് മോർ ദാൻ 1, 1 കൂടുതലാണെങ്കിൽ the reaction becomes uncontrolled, it is an explosion. ആറ്റം ബോംബിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K വാല്യൂ 1 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലോഷൻ, അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ഉണ്ടാകും, എക്സ്പ്ലോഷൻ സംഭവിക്കും. ആറ്റം ബോംബിൽ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനാണ് സംഭവിക്കുന്നത്. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 1 കൂടുതലാണ്. That is all with your 40th class on nuclear and particle physics. Thank you very much.